ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ പറഞ്ഞത്. വേറെ ഒന്നുമല്ല, നമുക്ക് അയലയും അതുപോലെ തന്നെ കണവയൊക്കെ നമ്മൾ കേട്ട് വരുന്ന മീനുകളാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലീനിങ് വീഡിയോ ആട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അയലയാണ് കേട്ടോ. നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് അയലയിൽ ചെതമ്പൽ ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ ഈ അയലയിൽ ചെതമ്പലുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ അയലയിൽ ചെതമ്പലുണ്ട്. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ എനിക്കത് തോന്നിയ കാരണം ഞാനൊരു കത്രികയുടെ ബാക്ക് ഭാഗം വെച്ചിട്ട് ഞാനൊന്ന് ഉരച്ച ചെതമ്പൽ മാറ്റി കളയുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചാളയിലൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ ചെതമ്പൽ. അപ്പോൾ അതൊന്ന് ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വാല് കട്ട് ചെയ്തു. വാല് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗത്ത് നിറയെ മുള്ളുണ്ടാവും കേട്ടോ. ചാളയുടെ പോലെയല്ല, അയിലയുടെ മേൽഭാഗത്ത് ആ വാലിൻ്റെ അവിടെ നിന്നിട്ട് മേൽഭാഗം വരെ നല്ലോണം മുള്ളുണ്ടാവും. അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തു. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തല കട്ട് ചെയ്യാനാണ്. അപ്പോൾ സാധാരണയായിട്ട് ചിലർ തല ഫുള്ളായിട്ട് കളയും. അപ്പോൾ അയിലയുടെ ഒന്നും തല കളയാറില്ല കേട്ടോ ഞങ്ങളൊന്നും. അപ്പോൾ നിങ്ങളങ്ങനെ കളയാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ കട്ട് ചെയ്ത പോലെ നമുക്ക് തലയുടെ അവിടെ നിന്ന് താഴോട്ട് കട്ട് ചെയ്യാം. അപ്പോൾ പിന്നീട് ഞാൻ ഉള്ളിലോട്ട് വന്നപ്പോൾ ഇതാ ചാളയുടെ ഉള്ളിൽ കാണുന്ന പോലെ നല്ല മുഴുത്ത പല്ലിന് ഇതിനകത്തുണ്ട് കേട്ടോ. ഞാൻ സാധാരണ അയലയിലൊക്കെ ഒരു എന്താ പറയുക, ഒരു മഞ്ഞ കളറ് ഒക്കെ ഉള്ള ഒരു ഓറഞ്ചോ മഞ്ഞോ കളറുള്ളൊരു പല്ലിനാണ് എനിക്ക് കിട്ടാറ്. പക്ഷേ ഇതെന്താണെന്നറിയില്ല, ഫുള്ള് എനിക്ക് മാത്രമാണോ അങ്ങനെ എനിക്കറിയില്ല, അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ പല്ലിന്. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിനി ആ മീനിൻ്റെ ഉള്ളുവശം ആ ബ്ലാക്ക് കാണുന്നതൊക്കെ നമ്മൾ ചുരണ്ടി കളയണം കേട്ടോ, കത്തി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. ഇനി ഇതിന് ശേഷം നമുക്കിത് കറിക്കാണെങ്കിൽ നമ്മൾ സാധാരണ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വറുക്കാൻ പാകത്തിന് നമ്മൾ മുറിച്ച് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഐറ്റമായ കണവ എടുത്തിട്ടുണ്ട്. കണവ നന്നാക്കാൻ വളരെ എളുപ്പമായിട്ടോ. നമുക്ക് സിമ്പിളായിട്ട് വേഗം കണവ റെഡി കിട്ടും. ആദ്യം തന്നെ നമ്മൾ തല പിടിച്ചൊന്ന് വലിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തല നമ്മൾ കളയേണ്ടതില്ല, നമുക്കത് മാറ്റി വയ്ക്കാം. കാരണം നമുക്ക് ഇനിയും ഉണ്ട് കേട്ടോ അതിൽ പണി. അപ്പോൾ ദാ അതിൻ്റെ ഈ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലൊരു ഇതെന്താ പറയുക, ഒരു കൊമ്പ് അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അത് നമ്മളെടുത്ത് കളയണം. പിന്നെ ഇതിൻ്റെ മേലെ വരുന്നൊരു കോട്ടിങ് ഉണ്ട്, അതും കൂടി നമ്മൾ കളയണം കേട്ടോ. ഇത് എനിക്കിപ്പോൾ കിട്ടിയ നല്ല എളുപ്പമാണ് കേട്ടോ നന്നാക്കാൻ. ഞാൻ ഇതിന് മുമ്പ് ഒരു വട്ടം നന്നാക്കിയപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു തൊലിയായിരുന്നു കേട്ടോ ഇതിൻ്റെ പുറത്തുണ്ടായിരുന്നത്. അത് നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സാധാരണ അത്യാവശ്യം എളുപ്പത്തിന് നമുക്കിത് നന്നാക്കാൻ പറ്റും. ഇന്നിപ്പോൾ നല്ല രീതിയിലാട്ടോ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ടൊന്നും പോകുന്നില്ലാന്നെങ്കിൽ ജസ്റ്റ് കത്തി വെച്ചൊന്ന് ചുരണ്ടി കളയേണ്ടി വരും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആദ്യം അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടൊരു ചിറക് പോലെ ഉണ്ടാവും. നിങ്ങൾക്കത് കളയാം, അല്ലെങ്കിൽ അത് മെത്തെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലും മതി. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ കൈവിരലൊന്ന് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ആ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. അധികമൊന്നും ഉണ്ടാവില്ല, വളരെ നീറ്റായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു പല്ലിയും പോലൊരു സാധനം ഉണ്ടാവും, അതൊക്കെ എടുത്ത് നമ്മളൊന്ന് പുറത്ത് കളയാം. കണവ കറി വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം റോസ്റ്റ് ചെയ്യണതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കണവ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തല എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കണവയുടെ ആ തലയില്ലേ, അത് നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഴുക്ക് വരും കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്ത് നമ്മൾ മാറ്റണം. അതിന് ശേഷം നമ്മളിത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഫസ്റ്റ് നമ്മൾ കണവയുടെ മേലത്തെ തൊലി പൊളിച്ചില്ലേ, അതുപോലെ തന്നെ സെയിം ഇതിലുണ്ടാവും ഒരു തൊലി. അപ്പോൾ ആ തൊലി കൂടി നമ്മളൊന്ന് ചുരണ്ടി കളയണം കേട്ടോ. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണവയുടെ പണിയും നമുക്ക് ഓൾമോസ്റ്റ് ശരിയായിട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഫിഷ് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നമ്മൾ കണ്ടു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.